നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. സംഭാലിലെ തർക്കമന്ദിരത്തിൽ തൽസ്ഥിതി തുടരണം, പൂജ ഉൾപ്പെടെ ഒരു കാര്യങ്ങളും പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി നിലവിലുണ്ട്. അതിനിടയ്ക്കാണ് അവിടെ എന്തൊക്കെയോ നവീകരണം ഒക്കെ നടത്തണം എന്ന് പറഞ്ഞ് ഈ പുണ്യമാസമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കോടതിയെ സമീപിച്ചതും, പക്ഷെ അവിടെ നിന്ന് കണക്കിന് കിട്ടിയെന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഈ അടുത്തിടയ്ക്ക്? ഈ സംഭാലിന്റെ വിഷയം അറിയാമല്ലോ. അവിടെ ഈ അത് ശിവക്ഷേത്രമാണെന്നും അല്ലെങ്കിൽ അതിനെ അകത്ത് അത് പരിശോധിച്ചിട്ട് അത് ശിവക്ഷേത്രത്തെ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു തർക്കമായിരുന്നു. അപ്പൊ അതിന് കോടതി പറഞ്ഞു അതൊന്ന് പരിശോധിച്ചിട്ട് വരാൻ പറഞ്ഞു. അതെടുത്ത് എനിക്ക് തോന്നുന്നു മുനിസിപ്പൽ കോടതിയാ പറഞ്ഞത്. മുനിസിപ്പൽ കോടതിയിൽ നിന്ന് അവിടെ ആളി ചെന്നു പരിശോധിക്കാൻ കോടതിയിൽ ജീവനക്കാർ ചെന്നപ്പോൾ അവിടെ ഒരു വലിയ സംഘർഷം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എളുപ്പം പറഞ്ഞു. സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിനകത്ത് 5 പേര് കൊല്ലപ്പെടുന്നു. ആ 5 പേര് കൊല്ലപ്പെടുന്നതിനകത്ത് പിന്നെ അതിനെ തർക്കം വന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലീസ് പറയുന്നത് ഞങ്ങളല്ല വെടിവെച്ചത്. അപ്പൊ അതിനകത്തൊരു കലാപം പോലെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ തന്നെ കലാപകാരികൾ വെടിവെച്ച് കൊന്നതാണെന്നും ആ വെടിവെച്ച് കൊള്ളതിന്റെ ഷെല്ലുകൾ അന്ന് പാകിസ്ഥാൻ ഷെല്ലുകളൊക്കെ ഉണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തർക്കമുണ്ട്. അതൊന്നും വെളിവിട്ടിട്ടില്ല. അത് ഒരുപക്ഷെ പാകിസ്ഥാൻ ഷെല്ലുകളാണെങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റ് അത് വെളിപ്പെടുത്തില്ല. നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ്. അപ്പൊ അതിനുശേഷം അവിടെ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിൽ അനധികൃതമായിട്ട് പരിശോധന നടത്തി അവിടെ തർക്കമുണ്ടായി, മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇവിടുന്ന് അവിടെ പോകുന്നു, വേളം ഉണ്ടാക്കാൻ നോക്കുന്നു. മോദി പറഞ്ഞു ഒരുത്തനെ കയറ്റി വിടത്തില്ല. മോദിയുടെ അറിയാമല്ലോ, മോദിയുടെ സ്വഭാവം അറിയാമല്ലോ. ആരെന്ത് പറഞ്ഞാലും പുള്ളിയുടെ നിലപാടുകൾക്ക് അധികം ആരും മാറ്റമില്ല. അപ്പൊ പിന്നെ കോടതിയും പറഞ്ഞു തർക്കമന്ദിരത്തിലേക്ക് വെളിയിൽ നിന്ന് ആൾ കയറണ്ട, പറഞ്ഞ വിഷയം ഉണ്ടാക്കുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുന്നു, അവിടെ ആളെയും കയറ്റിയില്ല. അതിനുശേഷം അതിന്റെ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നു. അന്വേഷണമായിട്ട് മുന്നോട്ട് പോയപ്പോൾ സംഭാൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 46 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു കലാപം, ഒരു വളരെ വൃത്തിയായിട്ട് ഹിന്ദു ഭൂരിപക്ഷ മേഖല അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ഒരു ഒരു മേഖല, അത്തരത്തിലൊരു മേഖലയ്ക്കകത്ത് ഒരു കലാപം ഉണ്ടാക്കി അന്ന് ഏതാണ്ട് 186 പേരോളം മരിച്ചു. മരിച്ചതിന് ശേഷം അവിടുന്ന് ആൾക്കാർ പലായനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 18ഓളം ചെറുതായിട്ട് അവിടുത്തെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഗവൺമെന്റിന്റെ വെള്ളവും വൈദ്യുതിയും ഒക്കെ എടുത്തൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ 18 കിണറുകൾ സാധാരണ പരിശോധനയിൽ മറച്ചിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹനുമാൻ ക്ഷേത്രങ്ങൾ, വളരെ കൂടുതൽ അമ്പലങ്ങൾ, അവിടുന്ന് ആൾക്കാര് പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഹിന്ദുക്കൾ സ്വത്തുക്കളും ഒക്കെ കളഞ്ഞിട്ട്. അപ്പൊ ഈ രീതിയിലെ കാര്യങ്ങൾ പോയപ്പോഴേ ഒരു കൊച്ചാട്ടം പോയി ഈ മാസം റംസാൻ മാസം എന്നല്ല, പുണ്യമാസത്തിലെ പള്ളിക്ക് പെയിന്റ് അടിക്കണം, അതിനകത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ പള്ളിയുടെ തർക്കമന്ദിരമാണല്ലോ ഇപ്പൊ സുപ്രീം കോടതി സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. തർക്കമന്ദിരം നിങ്ങൾക്ക് ആ പള്ളിയാണെന്ന് പറയുന്നതിന് നിങ്ങളുടെ കൃത്യമായ രേഖ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പറയുന്ന ജില്ലാ കോടതി തന്നെ പുള്ളി ഒരു രേഖയും കൊണ്ട് അവിടെ ചെന്നു. രേഖ വരച്ചു പോയപ്പോ 1927 ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടാക്കിയ രേഖ. അതിനകത്തുള്ള രേഖ എന്ന് പറഞ്ഞാൽ അന്നേ ഈ വിഷയം പറഞ്ഞതുപോലെ തർക്കമുണ്ട്. അത് ആ തർക്ക മന്ദിരത്തിനകത്ത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിസ്കരിക്കുന്നതിന് വേണ്ടി ഒരു അവസരം എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അന്നേ തർക്കം. ഇപ്പൊ ഇവര് പറഞ്ഞ ഇവരുടെ പള്ളിയാണ്, ഇത് അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും ഇതിനകത്തില്ല, അല്ലെങ്കിൽ അമ്പലം പൊളിച്ച് പണിഞ്ഞതല്ല എന്ന് പറയുന്നതിനകത്ത് കോടതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന മകാൻ അതിനകത്ത് കൊണ്ട് കൊടുത്ത് അന്നുണ്ടാക്കിയ കരാറിനകത്ത് പോലും ഇത് പള്ളിയാണെന്നില്ല, തർക്കമന്ദിരം എന്ന് വെച്ചാൽ എന്താണ്? അത് ഇപ്പൊ പറയുന്ന പോലെ ഒരു അമ്പലമായിരുന്നു. അത് കയ്യേറി പിടിച്ചടക്കി അത് അവരുടെ ഭാഗമായിട്ട് നിൽക്കി മുഗളന്മാരുടെയും അല്ലെങ്കിൽ ഈ ടിപ്പു സുൽത്താൻ, ഇവന്റെയൊക്കെ അച്ഛനാന്ന് പറയുന്ന ടിപ്പു സുൽത്താന്റെ ഒക്കെ പണി ഇതായിരുന്നല്ലോ. ഇവിടെ ധാരാളം അമ്പലങ്ങൾ അല്ലെങ്കിൽ പൊളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആർക്കോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തർക്കിക്കരുത്, സത്യസന്ധമായുള്ള കാര്യമാണ്. വിദേശികൾ ഇവിടെ കയറി വന്ന് ഇവിടുത്തെ അമ്പലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് അമ്പലം നശിപ്പിച്ചു, നിങ്ങൾ വികാരം കൊള്ളുന്ന പോലെ അല്ല കാര്യങ്ങൾ. അന്ന് അയോധ്യയുടെ അറിയാമല്ലോ, മുഹമ്മദ് സാറിനെ അറിയാമല്ലോ, ആർക്കോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊല്ലുന്നതിനൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ഡൽഹിയിൽ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയാം. അവിടെ ഈ പറഞ്ഞ പോലെ മെഹോളിയൻ ആർക്കോളജിക്കൽ പാർക്കുണ്ട്. ആ പാർക്കിനകത്ത് ഇതുപോലെ ഈ പഴയ ആൾക്കാർ, ഈ പുണ്യ ആൾക്കാരെന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ ഈ ഖബറുകളുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പെയിന്റ് അടിക്കാനും അത് പുതുക്കാനും മാസമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി ചോദിച്ചത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് പെയിന്റ് അടിക്കാൻ പാകുന്നത്? അത് ഞങ്ങള് വർഷങ്ങളായിട്ട് പെയിന്റ് അടിക്കുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യം പെയിന്റ് അടിക്കണം. അപ്പൊ ചോദിച്ചത് വർഷങ്ങളായിട്ട് ഈ പണിയാണെന്ന് ചെയ്യുന്നത്, സർക്കാരിന്റെ സ്ഥാപനമൊക്കെ എടുത്ത് പെയിന്റ് അടിച്ച് വ്യത്യാസമൊക്കെ വരുത്തി അതിനകത്ത് നിങ്ങൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സുപ്രീം കോടതി വിളിച്ചു, ചീഫ് ജസ്റ്റിസിന്റെ ഇതാണ് വിളിച്ചു വരുത്തി. എന്താണ് ഈ പറയുന്നത്?
അത് സാറേ ഞങ്ങൾക്ക് ഇവരവിടെ കടന്നു കയറി ഇതുപോലെ കുറെ കാലങ്ങളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ നീയൊക്കെ അല്ലെങ്കിൽ നീയൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഭാഷ പറയാം, നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ രീതിയിലാണോ സംസാരിക്കുന്നത്? അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിയിരിക്കുന്ന കെട്ടിടത്തിനകത്ത് കടന്നു കയറുന്നു, ആ കെട്ടിടത്തിന്റെ ആ പഴയ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നു, അവർക്ക് ഇഷ്ടമുള്ളവരുടെ പണിയുന്നു, അവർ പെയിന്റ് അടിക്കുന്നു, ഇത് കാലങ്ങളായിട്ട് നടക്കുന്നു. ഇവിടെ അപേക്ഷ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ കേസ് ആള് തന്നെ പറയുന്നു മര്യാദയ്ക്ക് അപ്പൊ പറഞ്ഞ് രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് രേഖകൾ കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞ അങ്ങനെ കുറച്ച് രേഖകൾ, മൊത്തം രേഖ ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് ഈ നിൽക്കുന്ന കെട്ടിടങ്ങളുടെയും ഈ ഖബറുകളുടെയും മൊത്തം രേഖയും കൊണ്ടുവരണം. ഇതിനകത്ത് ഇനി ഒരുത്തനും കയറാനും പാടില്ല. അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കെട്ടിടത്തിന് അതേ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവണം. അതായത് സംഭാലിലും ഈ പറഞ്ഞ ഡൽഹിയിലും ഒക്കെ ഇവരെ ഈ ചെന്ന് കോടതിയെ കൊണ്ടുവന്ന് റിട്ട് കൊടുത്ത് അവരുടേതാണെന്ന് വിചാരിച്ചിരുന്ന കോടതി പോലും അവരുടെ റിട്ടും അവരുടെ വർത്തമാനവും അതിനകത്തുള്ള എഴുത്തും കൊണ്ട് ഇത് അവരുടേതല്ലായി പോകുന്ന ഒരവസ്ഥ. അതായത് വടി വെട്ടിക്കൊടുത്ത് അടി മേടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കോടതി ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇതിന്റെ രേഖകൾ അല്ലെങ്കിൽ കേസ് കൊടുത്തിരുന്ന ഒരുപക്ഷെ ഹിന്ദു സമൂഹം ആവശ്യപ്പെട്ടിരുന്ന രേഖകൾ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അതുകൊണ്ട് കൊടുത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി മേടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ സംഫാലിലും അല്ലെങ്കിൽ തർക്കത്തിൽ ഇരിക്കുന്ന ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങൾ മകുടങ്ങളൊക്കെ പണിഞ്ഞ് പള്ളിയാണെന്നും പറഞ്ഞ് നിസ്കരിച്ചുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത് അതിബുദ്ധി കാരണം ആര് ബുദ്ധി ഉപദേശിച്ചെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഈ കേസ് കൊടുപ്പോടുകൂടി ഈ പള്ളിയും അല്ലെങ്കിൽ ഈ ഡൽഹിയിലെ സംവിധാനവും അല്ലെങ്കിൽ പള്ളിയും ഒക്കെ എന്ന് അവർ പറയുന്ന സംഭവങ്ങളെല്ലാം ഇപ്പം ഈ അമ്പലമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു കാര്യം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ, നല്ലൊരു മുസ്ലിം സഹോദരൻ മനസ്സിലാക്കണം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഈ മുളന്മാരും അല്ലെങ്കിൽ ടിപ്പു ഒക്കെ വന്ന് ഇവിടെ സാധാരണ അമ്പലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അവര് നിങ്ങളുടെ മതം ആണെന്നുള്ളതാണ് ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അവർ ഇവിടുത്തുകാരായിരുന്നു, ഇവിടുത്തെ സംസ്കാരത്തെയാണ് നശിപ്പിച്ചത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു കാശിയും മധുരയും അല്ലെങ്കിൽ ഒരു രാമക്ഷേത്രത്തിനും ഒക്കെ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഈ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു വികാരമാണെന്ന് കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ടിപ്പുവും അല്ലെങ്കിൽ മുളന്മാരും ഒക്കെ നശിപ്പിച്ച അമ്പലങ്ങൾക്കകത്ത് കയറി ഇരുന്ന് നിസ്കരിച്ചിട്ട് ആ അമ്പലങ്ങൾ ആരുടേതാണ്, അത് ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക വികാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാവണം. ആ മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ അവരുടെ വികാരം ഒരുപക്ഷെ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും കലാപത്തിലേക്കും അല്ലെങ്കിൽ മറ്റു രീതികളിലേക്കും ഒക്കെ പോകും. അയോധ്യയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, കോടതിയാണെങ്കിൽ പോലും ഒരു സിവിൽ കേസ് ജയിച്ചാൽ ആ തർക്കഭൂമി ആ സിവിൽ കേസ് ജയിക്കുന്ന ആൾക്കാണ് ഉണ്ടായത്. എന്നിട്ടും ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി 5 ഏക്കർ സ്ഥലം അതിനപ്പുറത്ത് തരുന്ന ഒരവസ്ഥ കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാതെ കയറി തർക്കിക്കരുത്. ചുമ്മാതെ കയറി തർക്കിച്ചാൽ നരേന്ദ്രമോദിയുടെ കൂട്ടൊരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ യോഗിയുടെ കൂട്ടൊരു മുഖ്യമന്ത്രിയോ നട്ടലുള്ള ഒരു DGPയോ ഒക്കെ ഉണ്ടായാൽ തീരുന്ന ഒരു പ്രക്ഷോഭമുള്ളോ നിങ്ങൾക്ക് പല കാര്യത്തിലും മനസ്സിലായിട്ടുള്ളത്. ആവശ്യമില്ലാതെ കയറി അള്ളിപ്പിടിക്കരുത്. ചിലടത്ത് അള്ളിപ്പിടിച്ചാൽ പിന്നെ കൈ കാണത്തില്ല അല്ലെങ്കിൽ കൈ കൂടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് ഈ ഒരു വിഷയങ്ങളിൽ നിന്ന് നമുക്ക് അവരോട് പറയുവാനും സൂചിപ്പിക്കുവാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.